UDF-നെ സംബന്ധിച്ചിടത്തോളം ഹർഷ മിന്നൽ വള കയ്യിലിട്ട പോലത്തെ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിപ്പോൾ കയ്യിലിട്ട മിന്നൽ വളയുടെ ഭംഗി കൊണ്ട് ആകപ്പാടെ ഷൈൻ ചെയ്തിട്ട് ഭംഗിയാകാം ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മറിച്ച് ഈ മിന്നൽ കൊണ്ട് ഷോക്കും പൊള്ളലും ഒക്കെ ഏറ്റിട്ട് കൈയാകെ വൃത്തികേടാം. ഈ രണ്ട് സീന് ഇവരുടെ മുന്നിലുണ്ട്. അതായത് എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ, കുറച്ചുകൂടി കഴിഞ്ഞാലൊക്കെ അറിയും. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് അവർ പിന്തുണക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുന്നണിക്കകത്തേക്ക് തള്ളിവിടാനും മുന്നണിക്കകത്ത് ഇടം തേടാനും ഒക്കെയുള്ള എല്ലാ അവകാശവും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, അതവർക്കുണ്ട്. പക്ഷേ അവരെടുത്താൽ എന്താണ് സംഭവിക്കുക എന്നത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഇതിനകത്ത് ഈ പ്രതികരണങ്ങളിൽ ഇന്നലെ മുതൽ വരുന്ന പ്രതികരണങ്ങളിൽ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കിയാൽ, നമ്മളിപ്പോൾ കൊടുത്ത ബൈറ്റുകളിലെല്ലാം UDF-ൻ്റെ ഭാഗത്ത് നിന്ന് MM ഹസനൊക്കെ ആവർത്തിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് പറയുന്നത്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെ ബൈറ്റ് നോക്കോ, ജമാഅത്തെ ഇസ്ലാമി എന്നവർ പറയേയില്ല, അവർ വെൽഫെയർ പാർട്ടി എന്നാണ് പറയുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് നമ്മുടെ റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടാക്കിയാൽ എന്താണ് കുഴപ്പം? അവർ ആ വാക്കുകൾ ഇത് ചരിത്രത്തിലേക്ക് പതിപ്പിക്കപ്പെടുന്ന ബൈറ്റാണ് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് എന്നതുകൊണ്ടാണ്. ഇത് പക്ഷേ ഈ സൂക്ഷ്മത അപ്പുറത്ത് കോൺഗ്രസ്സുകാർക്ക് കാണുന്നില്ല. ഹസൻ ഒരു സെൻറ്റൻസിൽ 2 തവണ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടാണ് പറയുന്നത്. KC വേണുഗോപാൽ ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയാനില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാവരേക്കാളും കടന്ന് വർത്തമാനം പറഞ്ഞത് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ VD സതീശനാണ്. മതരാഷ്ട്രവാദം ഇല്ല, ഇതിപ്പോൾ ഉപേക്ഷിച്ചു എന്ന്. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് നാളെ ജമാഅത്തെ ഇസ്ലാമിക്കാർ വന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ, അത് അവർ മൗദൂദിയെ പോലും പൂർണ്ണമായിട്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളുടെ ആളായിട്ട് എടുക്കുകയല്ല. എന്നോടൊരു അഭിമുഖത്തിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ചോദിച്ചത് ഞങ്ങളങ്ങനെ എടുക്കുകയല്ല. ഇപ്പം ജനകീയ ജനാധിപത്യ വിപ്ലവം എന്നാണല്ലോ CPM ഒക്കെ പറയുന്നത്. ഇപ്പോൾ അവർ അത് നടപ്പാക്കും ഇവിടെ എന്നാ തർക്കുത്തരം, അവർ നന്നായി തർക്കുത്തരം കൂടെ ചോദിക്കുന്നതാണല്ലോ. അപ്പോൾ അത് ചോദിക്കുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം വന്നിട്ട് ഏതെങ്കിലും ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ വന്ന് പറഞ്ഞിട്ട് ഹുക്കുമത്തെ ഇലാഹി ഞങ്ങളുടെ ആത്യന്തിക അടിസ്ഥാനമായിട്ടുള്ള ഒരു തത്വമാണ് എന്ന് പറഞ്ഞാൽ VD സതീശന് ക്ഷീണമാകും. നാളെ ഏതെങ്കിലും വിധത്തിൽ ഇവരുടെ കുറേ പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് ഈ നമ്മുടെ സൈബർ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരൊക്കെ കൂടി വന്നാൽ ഇതിനെ വല്ലാത്ത തോതിൽ താത്വികമായിട്ട് ചർച്ച ചെയ്താലും VD സതീശന് ഒരു ക്ഷീണമാകും.